ആ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കുറച്ച് മലയാളി എരപ്പന്മാർ സംഘധ്വനി പടഹധ്വനി എന്നൊക്കെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, അതായത് ഖത്തറിനെ കുറിച്ചിട്ട് ഈ ഗൾഫിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടും കുറേ സംഘികൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഖത്തറിനെ എതിർത്തും ഇസ്രായേലിനെ അനുകൂലിച്ചും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യവുമായി വളരെ സൗഹൃദത്തിൽ പോകുന്ന ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുകയും ആ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കുറച്ച് മലയാളി എരപ്പന്മാർ സംഘധ്വനി പടഹധ്വനി എന്നൊക്കെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ അനുകൂലിച്ചും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് സകലമാന ഭീകരവാദികൾക്കും ഒളിത്താവളം ഒരുക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞ ആ രാജ്യത്തെയും ആ സമൂഹത്തെയും പരിഹസിച്ച് പോസ്റ്റ് ഇട്ടു. എന്താ ഉണ്ടായെന്നറിയോ? സംഘധ്വനി പടഹധ്വനിയുടെ നമ്മുടെ കുറച്ച് കൂട്ടായ്മയുള്ള കുറച്ച് അടിമകളുണ്ടല്ലോ, പോലീസുകാർ ചെവിക്കലിന് അടിയും കൊടുത്തിട്ട് നാട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരോട് നിരാശപ്പെടരുത്, ഒരു കാരണവശാലും നിരാശപ്പെടരുത്. ഇതുപോലെ നല്ലൊരു ചുമലത്തോർത്ത് വാങ്ങുക, തലയിൽ ഇങ്ങനെ മുറുക്കി കെട്ടുക. എന്നിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾത്തിരക്കുള്ള ബീച്ച് അത് കോഴിക്കോട് ബീച്ചാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇത് കോവളം ബീച്ചാണെങ്കിൽ അവിടെ, ആലപ്പുഴ ബീച്ചിനും നല്ല തൊഴിൽ സാധ്യതയുണ്ട്. കടല വാങ്ങുക, വിൽക്കുക. എടാ, ചില്ലറ സൂക്കേടൊന്നുമല്ലോ നിനക്കൊക്കെ. ഇനി നിന്റെ കുഞ്ഞിന് ഒരു ഗൾഫ് മുട്ടായി തിന്നണമെങ്കിൽ നീ ലുലുമാളി പോകണ്ടേ? നിനക്ക് ഈ നഷ്ടം നിനക്ക് മാത്രമല്ലേ? ഇനി നിന്റെ കൂട്ടത്തിൽ നിന്നെ ഈ മൂപ്പിച്ച് വിട്ടവന്മാരോടൊപ്പം നിനക്ക് കലങ്ങിലിരുന്ന് അതോവായി വിടാനല്ലേ പറ്റുള്ളൂ, അല്ലേ? എടാ, ഹർഷഭാരത സംസ്കാരമൊന്നും മറ്റേതാണെന്നും മറച്ചയാണെന്ന് നമ്മൾ പുണ്യപുരാതന്മാരാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മൂപ്പിച്ച് തരും. ഈ മൂപ്പിച്ച് തന്നിട്ട് നമ്മൾ ഒരു പ്രവാസിയാകുമ്പം ജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്സോ ആത്മാഭിമാനവും സ്വയം പര്യാപ്തത കൈവരിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ നമുക്കൊരു വിലയും നിലയ്ക്കില്ലേ? ഇനി ഇതൊക്കെ എവിടെ പോയി ഉണ്ടാക്കും? നീ ആര് തരും? ഇനിയിപ്പോൾ നിന്റെ നാട്ടിലൊക്കെ ഒരു പണിയില്ലാതെ കലങ്ങിലിരുന്ന് ജനങ്ങളുടെ കുറ്റവും കുറവും പറയുന്ന അതോവായും വിട്ട് നടക്കുന്നവരെ കൂട്ടത്തിൽ നിനക്ക് പോയിരിക്കാം. എടാ, ഇത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത്, അന്യ രാജ്യത്ത് പോയി ആ നാട്ടിലെ ഭരണാധികാരിയുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ പറഞ്ഞാൽ നിന്റെയൊക്കെ നാവി അവന്മാർ ചവിട്ടിക്കലക്കും. നാവിയില്ല, നാവി അത് അവന്മാർ ചവിട്ടിക്കലക്കും. ഇനി ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുക? ഈ GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും പോകാൻ പറ്റുക? ഇനി ആ കലങ്ങിപ്പോയിരുന്നോളി. അതിങ്ങനെ ഹർഷഭാരത സംസ്കാരം പറഞ്ഞിങ്ങനെ പുളങ്കൊള്ളി. എടാ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഈ വേട്ടയാടുന്നു ആക്ഷേപിക്കുന്ന പോലൊന്നും മറ്റ് രാജ്യങ്ങളിലൊന്നും പോയാൽ നടക്കൂല. ഇവിടെ നിങ്ങൾക്ക് എന്തും പറയാം, ഈ മുസ്ലിം വെറുപ്പ് നിന്റെ ഒന്നും മനസ്സിൽ നിന്ന് പോവില്ല. ഇപ്പൊ ഇത് പറയുമ്പോൾ പറയും ഇവിടെ മുസ്ലിമീങ്ങൾ ഇവിടുത്തെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ. നീയൊക്കെ എടാ, ഇതുവരെ പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും, ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിൽ ഇതുവരെ പിടിക്കപ്പെട്ട 100-150 പേരുണ്ട്, അതിൽ ഒരാൾ പോലും മുസ്ലിമല്ല. പിടിക്കപ്പെട്ടതൊക്കെ നീ ഈ ഉൾപ്പുളകം കൊള്ളുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പിടിക്കപ്പെട്ടത്. ഒരു മുസ്ലിമിനെയും പിടിച്ചിട്ടില്ല. തീവ്രവാദ ഭീകരവാദ ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ. ഈ മൽഹോത്ര, ഈ അടുത്ത് പിടിക്കപ്പെട്ട മൽഹോത്ര, അവള് BJPയുടെ പ്രവർത്തകയല്ലേ? അവളടക്കം നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്തയല്ലേ? എന്തിനേറെ ഈ കൊച്ചിയിൽ കൽവത്തി സ്വദേശിയായ ഒരുത്തൻ 5000 രൂപ ഒരു പെണ്ണിനു വേണ്ടിയാണ് ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തത്. ഇതെല്ലാം ഈ നാട്ടിൽ നടന്നില്ലേ? വാർത്തയിൽ വന്നതല്ലേ? എന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും രാജ്യത്തോട് കൂറില്ലാത്തവരും, ഒരു ക്രിക്കറ്റ് കളി കഴിയുമ്പോൾ ശ്രീജിത്ത് മണിക്കർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ശ്രീജിത്ത് മണിക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷം. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ എന്ത് നേടിയെന്ന് പറയുന്നത്? ഒരു മണ്ണാങ്കട്ടി നേടിയിട്ടില്ല എന്നൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് കളി നടന്നു കഴിഞ്ഞാൽ അവൻ അതിനും കറക്റ്റ് അങ്ങോട്ട് കൊണ്ടുവന്നറിയാം. അവൻ കൺവെർട്ട് ചെയ്യുന്നത് കറക്റ്റ് ഹിന്ദു മുസ്ലിമും രണ്ട് രാജ്യങ്ങൾ. നമ്മളൊന്നും കളി പോലും കാണാറില്ല, വണ്ടാൻ പിടിക്കാൻ സമയം വേണ്ടേ? ഇന്ത്യ കളി സുഡാപ്പികൾ തോറ്റു, ജിഹാദികൾ തോറ്റു. പാകിസ്ഥാനും ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ പണിക്ക് പോകണം, അധ്വാനിക്കണം, മക്കളെ നോക്കണം, ഭാര്യ നോക്കണം, കുടുംബത്തെ നോക്കണം. ഇവിടെ വെറുതെ ഇരിക്കുന്ന മുസ്ലിമും തീവ്രവാദികളും ഭീകരവാദികളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പാരസ്പര്യമില്ലാതെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഒന്നും വേണ്ട. ഈ രാജ്യം ഏതവന്റെ തന്ത ഉണ്ടാക്കിയാണ്. ഈ രാജ്യം ഏതവന്റെ തന്ത ഉണ്ടായപ്പോഴാണ് സ്വാതന്ത്ര്യ സമരം ഉടലെടുക്കാൻ കാരണം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആശിക്കുകയും അതിനോട് പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? ഏതെങ്കിലും ഒരുത്തൻ്റെയൊക്കെ തന്തമാര് വന്ന് അവർ ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വേറെ ആരും വേണ്ട, ഞങ്ങളാണ് എന്ന് പറയാൻ ആണത്തുള്ള ഒരുത്തനുണ്ടോ? എടാ, ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഒക്കെ കൂടിയപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയിട്ട് കിട്ടിയൊന്നുമല്ല. ആയിരക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഹിന്ദുവിനും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ഏകപക്ഷീയമായി അവർ മുഴുവനും ജിഹാദികളാക്കി മാറ്റുക. എന്നിട്ട് വേറെ രാജ്യം ഇവിടുത്തെ സോക്കേടും കഴപ്പും തീരാണ്ട് ഖത്തറിൽ പോയിരുന്നു. കിട്ടിയില്ലേ?
വട്ടത്തിലും നീളത്തിലും ചതുരത്തിലൊക്കെ കിട്ടിയില്ലേ, മേടിച്ച് പോക്കറ്റ് ഇടും. ഇനി ആ കലങ്ങ കയറിയിരുന്നുകൊണ്ട് നീ അതവായി വിട്, ചക്കക്കുരു ഒന്നും തിന്നായിരുന്നാൽ മതി. വല്ല കാര്യം ഉണ്ടാടാ. ഇതെല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിമും മനസ്സിലാക്കണം, ഹിന്ദു മനസ്സിലാക്കണം. ഒരു രാജ്യത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് അന്തസ്സായിട്ട് ജോലി ചെയ്യുക, കുടുംബത്തെ പോറ്റുക. അല്ലാതെ അവന്മാർക്കെതിരെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ മറ്റെടുത്ത് അവന്മാർ കയറ്റും. ഉസ്താദിൻ്റെ വിഷയം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതിൽ ഖത്തറിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും അവിടെ മെസ്സേജ് ഇട്ടതിനെക്കുറിച്ചും അവരെ ഒഴിവാക്കിയതിനെക്കുറിച്ചും അല്ല എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ത് ചെയ്താൽ എന്താണ്, അതാണ് എൻ്റെ ഒരു ഇതിലൊരു നിരീക്ഷണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.